Hi guys, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ നമ്മളൊന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പെൻ ഒരു വളഞ്ഞൊരു കർവിക്കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇല്യൂഷനാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗായ്സ് ആദ്യം തന്നെ നമുക്ക് 2 കാർഡ്ബോർഡ് സർക്കിൾസാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സീഡിയുടെ അളവിൽ കാർഡ്ബോർഡിൽ നിന്ന് 2 റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ഹൈപ്പർബോളിക് കർവാണ് വേണ്ടത്. അത് കൈകൊണ്ട് ചുമ്മാ വരച്ച് അത് ശരിയായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് വരച്ചെടുക്കാമെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഫ്രെയിം സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് ഓപ്പൺ ചെയ്ത് ഫോൺ സ്ക്രീനിൻ്റെ മീതെ ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് ഈ ഒരു കർവ് ട്രേസ് എടുക്കുക. അങ്ങനെ ഹൈപ്പർബോള നമ്മളങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പേപ്പർ കട്ട് ചെയ്ത് ഒരു 13 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിക്കാം. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഹൈപ്പർബോളയുടെ ഷേപ്പിലുള്ള അത്രയും പോർഷൻ മാത്രം കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത 2 സർക്കിൾസ് എടുക്കുക. അതിൻ്റെ സെൻറ്റേഴ്സിലായിട്ട് ഇതുപോലെ ഓരോ ഹോൾസ് ഇടുക. അതിനുശേഷം പേനയുടെ ഒരു റിഫില്ലർ എടുത്തിട്ട് അതിൽ ഒരു സർക്കിളിൻ്റെ ഹോളിൽ കൂടെ കയറ്റുക. ഹോളിൽ റിഫില്ലർ ലൂസായിട്ട് വേണം കിടക്കാൻ. എന്നിട്ട് രണ്ടാമത്തെ സർക്കിളിൻ്റെ ഹോളിൽ അല്പം ഗ്ലൂ വെച്ചിട്ട് റിഫില്ലർ അതിൽ ടൈറ്റായിട്ട് വയ്ക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു റിബൺ ഒരു അട്ടിക്കടലാസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ ഈ റിബൺ കൊണ്ട് നമ്മുടെ സർക്കിളിൻ്റെ സൈഡ് ചുറ്റും കവർ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യണേ. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അടിയിലത്തെ സർക്കിളിന് മാത്രമേ ഗ്ലൂ തേക്കാവൂ. അപ്പോൾ നമ്മളങ്ങനെ ഗ്ലൂ തേച്ചതിന് ശേഷം റിബൺ കൊണ്ട് സർക്കിളിന് ചുറ്റും കവർ ചെയ്യാം. അടിയിലത്തെ സർക്കിളിൽ മാത്രം ഗ്ലൂ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ മേളിലത്തെ സർക്കിൾ സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഹൈപ്പർബോള റിഫില്ലറിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ ഒരറ്റത്ത് അത്യാവശ്യം ഒരു നീട്ടത്തിൽ ഇതുപോലെ പേപ്പർ കൊണ്ട് ചുറ്റി എടുത്തിട്ട് അവസാനം ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് പെൻസിൽ അതിൽ നിന്ന് ഊരി മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ സിലിണ്ടർ കിട്ടും. അടുത്തായിട്ട് നമുക്ക് പെൻസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഹോൾ ഇടണം. ഹോൾ ഇടുമ്പോൾ മേലത്തെ സർക്കിളിൽ മാത്രമേ ഹോൾഡ് ആവൂ, താഴത്തെ സർക്കിളിൽ ഒന്നും ചെയ്യണ്ട. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സിലിണ്ടറിൻ്റെ അകത്ത് പെൻസിൽ കയറ്റി വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഗ്ലൂ തേക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സർക്കിളിൽ ഉണ്ടാക്കി വെച്ച ആ ഹോളിൽ ഈ പെൻസിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ആ പെൻസിൽ ഹൈപ്പർബോളയിൽ കടന്നു പോകാൻ ഭാഗത്തിന് ചരിച്ചൊക്കെ വെച്ച് വേണം ഫിക്സ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഇല്യൂഷൻ ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്ത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സെറ്റപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പെരിമെൻറ്റ് കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ ആ പേനയുടെ സ്ഥാനത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ സങ്കല്പിക്കുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ ചരിച്ചു വെച്ച് കഴിയുമ്പോൾ അത് സർക്കിളിന് ചുറ്റും റൗണ്ട് അടിക്കുന്ന ഒരു ഹൈപ്പർബോളിക് പാത്തിൽ കൂടി ആയിരിക്കും. അതാണ് ഇതിൻ്റെ പിന്നിലെ മാത്തമാറ്റിക്കൽ സീക്രറ്റ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല കണ്ടന്റ്സ് ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.